നമ്മൾ എല്ലാ വീഡിയോസിലും ഒരുപാട് കണ്ടിട്ടുണ്ടാവും. തമ്പനെയിലുകൾ ഭയങ്കര വലിയ തമ്പനെയിലുകൾ 1 മണിക്കൂർ കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, 2 മണിക്കൂർ കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, ഒരു 1,00,000 വ്യൂസ് വരെ ഒരു വീഡിയോക്ക് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തമ്പനെയിൽ കാണുന്ന വീഡിയോ ഉണ്ട്. ശരിക്കും അതൊന്നല്ല അതിന്റെ സത്യാവസ്ഥ. നമ്മൾ ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയും നമുക്ക് കുറച്ച് മാസങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ അത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് റീച്ച് ആക്കി കിട്ടുള്ളൂ. പെട്ടെന്ന് എന്തായാലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്നൊരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒരിക്കലും നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു 100 to 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിടുന്ന വീഡിയോ ഈ 100 to 500 പേർക്കായിരിക്കും ആദ്യം പോയി കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യൂസ് നമുക്ക് കുറവായിരിക്കും. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റീച്ചും കാര്യങ്ങളും കിട്ടും. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ നോക്കുക എന്ന് വെച്ചാൽ ഏതാണോ കൂടുതൽ റേറ്റിംഗ്, ഏതിനാണ് കൂടുതൽ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കില്ലേ. അപ്പം നമ്മൾ അതായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെയാണ് യൂട്യൂബിലും വീഡിയോസ് ഏതാണോ കൂടുതൽ ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കൂടുതലുള്ള, ഏതാണോ വാച്ച് ടൈം കൂടുതലുള്ളത്, അപ്പം അങ്ങനെയുള്ള വീഡിയോ ആയിരിക്കും ആൾക്കാർ കൂടുതൽ കാണുക. അപ്പം ഈ പുതിയ ആൾക്കാരുടെ വീഡിയോ കാണാൻ കുറവായിരിക്കും, ആൾക്കാർ കുറവായിരിക്കും. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു 10-50 വീഡിയോ ഉണ്ടാക്കി വെക്കുക. ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടും വീഡിയോ ആയിട്ടും നിങ്ങൾ ഏത് കണ്ടന്റ് ആണോ എടുക്കണേ ആ കണ്ടന്റിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഒരു മാസത്തേക്കുള്ളത് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഡെയിലി അതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. ഡെയിലി ഒരു സമയത്ത് നമുക്കത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. മറ്റേ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ഡെയിലി അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വീഡിയോ എടുക്കുക, എന്താണ് എഡിറ്റ് ചെയ്യാൻ, നേരെ ഒരു ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തുടങ്ങണവർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മുന്നേ തന്നെ നമ്മളൊരു 10-30 വീഡിയോ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള വീഡിയോ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് പോവാം. നമ്മളിപ്പോൾ തുടക്കത്തിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ചാനലിൽ ഒരേ കണ്ടന്റ് ആയിട്ട് പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് നമുക്ക് 2 ചാനൽ വരെ ഉണ്ടാക്കാനാണ് യൂട്യൂബിന്റെ നിയമമുള്ളത്. അപ്പോൾ ഒരു നമ്പറിൽ 2 ചാനൽ ഉണ്ടാക്കുക. അപ്പോൾ ഒരു ചാനൽ ഫുഡിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ബ്ലോഗ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ രണ്ടിൽ ഏത് ചാനലാണോ നമുക്ക് ഗ്രോത്ത് ആയി വരുന്നത് അപ്പോൾ ആ ചാനൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഏതൊരു യൂട്യൂബർക്കായാലും ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഫുള്ള് സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ അവരുടെ ചാനലിന്റെ ഈ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് വീഡിയോ, നോവസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ആദ്യം ഇടുന്ന വ്യൂസ് ഒക്കെ കുറവായിരിക്കും. വീണ്ടും പിന്നെ 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ സമയമാണ്. നമ്മൾ കറക്റ്റ് ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 4 മണിക്ക് നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആ 4 മണിക്ക് സമയം നമുക്ക് മാറ്റാം. എന്ന് വെച്ചാൽ 4 മണിക്ക് നമുക്ക് അധികം യൂസ് കിട്ടണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് 4:30 ആക്കാം, 5 ആക്കാം, പിന്നെ 6 മണിയാക്കാം, 7 മണിയാക്കാം. അപ്പം നമ്മൾ ഓരോരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓരോരോ സമയം നമ്മൾ മാറ്റി മാറ്റി നോക്കുക. അപ്പം അതിലൊരു നല്ലൊരു സമയം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആ സമയത്താണ് ആക്റ്റീവായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഡെയിലി നമുക്ക് കറക്റ്റായിട്ടൊരു കണ്ടിന്യൂൻസി ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് വരുന്നതായിരിക്കും. ഏതൊരു കണ്ടന്റ് ആയാലും കൂടുതൽ സബ്സ്ക്രൈബ് ഉള്ള ചാനലുകളിലേക്കായിരിക്കും ആൾക്കാർ കൂടുതൽ പോവുക. അപ്പം നമ്മൾ ഈ ചെറിയ ചാനലുകൾ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്നല്ല പറയുന്നത്, അത് എന്തായാലും വളരും. എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ. നമ്മൾ എടുത്ത പെട്ടെന്ന് നമ്മൾക്കത് റീച്ചായി കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ എല്ലാവരും നമുക്കൊരു എന്താ പറയുക, ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ യൂട്യൂബ് ചാനലും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിൽ 4000 വാച്ച് അവറും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു ബിസിനസ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ വലിയ ഫുഡ് ചാനലായാലും എന്തൊരു ചാനലായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുണ്ടാവും. എന്ന് വെച്ചാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അവരതിന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഈ ചാനൽ റീച്ചായ ആൾക്ക് ഒരു പ്രോഫിറ്റ് കൊടുക്കും, ബാക്കിയുള്ളത് അവരെടുക്കും. അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാനലും കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഫുള്ള് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും, സബ് ടു സബ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് സബ് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ട് സബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാതിരിക്കുക. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും നിങ്ങളുടെ വീഡിയോ കാണുന്നതായിരിക്കില്ല. അവർ കുറച്ച് നേരത്തേക്ക് അത് അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞതും അവരത് ക്ലോസ് ചെയ്ത് പോകുന്നതായിരിക്കും.
ഇതേപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മളിങ്ങനെ സബ് ടു സബ് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് സ്പാം ആയിട്ട് നമ്മുടെ അക്കൗണ്ട് മാറുന്നതായിരിക്കും. അപ്പോൾ പിന്നെ അവർ ആ അക്കൗണ്ട് തന്നെ നമ്മൾക്ക് ക്ലോസ് ചെയ്തോടും, അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബേഴ്സ് കയറിയത് യൂട്യൂബ് തന്നെ അത് എടുത്ത് കളയുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ഫസ്റ്റ് ചെയ്യാതിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് കയറി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ വാച്ച് അവർ കൂടി ഒരു ദിവസം ഒരു സബ്സ്ക്രൈബ് വെച്ച് കൂടിയാൽ നമുക്ക് അതിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാർ കണ്ടിരിക്കാതുള്ളൊരു കണ്ടന്റുകൾ നമ്മൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ തുടക്കക്കാർ പെട്ടെന്ന് തുടങ്ങിയതും വേഗം നമുക്ക് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ചാനൽ മാത്രമാണോ ഇങ്ങനെ ആവണേ എന്നുള്ളൊരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും അതേപോലെ തന്നെയാണ്. എല്ലാവരും അതേപോലെ തുടങ്ങിയിട്ട് കുറച്ചായിട്ടാണ് മുന്നിൽ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് വൈറൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ തന്നെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ തന്നെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു തരും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഉപകാരവും നമുക്ക് ഉണ്ടാവാൻ പോണില്ല. എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടണ ഇതിൽ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മുടെ ചാനൽ ചിലപ്പോൾ മോണിറ്റേഷൻ ആവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ബാക്കിയുള്ള നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് അത് ആര് കാണാനുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വാച്ച് നമുക്ക് ആൾക്കാർ കണ്ടാൽ മാത്രമാണല്ലോ അതിൽ നിന്ന് പൈസ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആരും ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു ദിവസത്തിൽ കുറച്ച് നേരം യൂട്യൂബിന് വേണ്ടി മാറ്റി വെക്കുക. എന്ന് വെച്ചാൽ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കിന് പോയിട്ട് നമുക്ക് കിട്ടുന്ന സമയം കുറച്ച് നേരം ആ യൂട്യൂബിന് വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ എഡിറ്റിങ്ങും കാര്യം ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ടെൻഷൻ അടിച്ച് തലയൊക്കെ പോച്ചിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ട സമയത്ത് അത് വന്നിരിക്കും. ആദ്യം തന്നെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ഒരു 4-5 കണ്ടന്റുകൾ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഫുഡിന്റെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് വീഡിയോ ഇട്ട് നോക്കുക. അപ്പോൾ അതിൽ നല്ല റീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ക്രാഫ്റ്റോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്ന ആ ഒരു കണ്ടന്റ് മാറ്റി നോക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചാനൽ ഒരുപാട് ആൾക്കാർ അതേപോലെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയ വ്ളോഗായിരിക്കും തുടങ്ങിയിരിക്കുന്നത്. പിന്നെ അവരുടെ ലാസ്റ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ചാനൽ വേറെ രീതിക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരേ കണ്ടന്റ് നമുക്ക് റീച്ച് ഇല്ല എന്ന് വെച്ചാൽ നമ്മളത് മാറ്റിയിട്ട് വേറൊരു കണ്ടന്റിലേക്ക് കൊണ്ടുപോകണത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആർക്ക് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടാൻ മറക്കരുത്.